ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുട്ടി ആൽബം ചെയ്യാം. അപ്പോൾ ഇതൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൽബമാണ് കേട്ടോ. ഒരു ഹാമ്പറാണ് ചെയ്യുന്നത്. അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ആൽബം ചെയ്യണം. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് കൈൻഡ് ഓഫ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. റിംഗ് ആൽബമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഞാൻ ഈ സംഭവമൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. മുന്നേയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ചക്കീസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആ ടൈമിലൊക്കെ ഞാൻ ഓർഡർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കൊറോണ ടൈമിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ കുറേ നാളായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസൊക്കെ അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് ഇപ്പോൾ ഉള്ള പതിവ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർഡർ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ നാളായില്ലേ, ട്രൈ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ചെയ്താണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. സംഭവം എല്ലാം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ആദ്യമേ എടുത്ത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ താഴെ മാറ്റിൻ്റെ പുറത്തെടുത്തിടും. അതാകുമ്പോൾ എനിക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അപ്പോൾ ഞാനിതുപോലൊരു ബ്രൗൺ ഷീറ്റിലാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ പ്രിൻ്റ് നമ്മൾ കാർഡ് സ്റ്റോക്കിലല്ല ചെയ്തേക്കുന്നത്, ഫോട്ടോസിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ നോർമൽ ഫോട്ടോസില്ലേ. അപ്പോൾ ഇത് കുറച്ചുകൂടെ കെയർ വേണ്ട സംഭവമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പിക്ചേഴ്സൊക്കെ കട്ടാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പേജസ് ആയിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ എല്ലാ പേജസും നല്ല സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഭംഗിയായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ ആൽബംസൊക്കെ ചെയ്യുമ്പോൾ നല്ല കുറച്ച് മിനിമലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഇതുപോലൊരു നോവലിൻ്റെ പീസ് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇതുപോലൊരു പാറ്റേൺ പേപ്പറിൻ്റെ ഒരു ഷീറ്റിൻ്റെ പീസ് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പേജ് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പേജസ് എല്ലാം ചെയ്യാം. ചെയ്ത് വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് വന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ റിംഗ് ആൽബം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹോൾ ഇടാനുള്ള സൈഡിലാണ് ഞാൻ ഈ പിക്ചർ സ്റ്റിക്കാക്കി വെച്ചേക്കുന്നത്. പിന്നെ അതെല്ലാം എടുത്ത് ഈ ഒരു മെസ്സി പാർട്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടമാവാത്തത്. പക്ഷേ നമ്മളിതൊക്കെ സെറ്റാക്കി എടുക്കൂലേ, അങ്ങനെ ഞാനതിന് ഒരു വിധം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു പേജ് എന്ന് പറയുന്ന ഈ പേജാണ് കേട്ടോ. ഇതും ഇതുപോലെ വേറൊരു പേജും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ചെയ്തതും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ.
അതുപോലെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പിക്ചേഴ്സൊക്കെ അവരുടെ സേവ് ദ ഡേറ്റ് ഇട്ട പിക്ചേഴ്സാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി പിക്ചറായിരുന്നു. സെലക്ട് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഫോട്ടോസൊക്കെ. അപ്പം നമുക്കൊരു കുട്ടി ഫ്ലിപ്പ് ത്രൂ ആവാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പേജസാണ് കേട്ടോ കാണിക്കുന്ന. എനിക്ക് ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ബോറടിച്ചു. അപ്പോൾ വിചാരിച്ചു കവർ പേജ് ചെയ്യാമെന്ന്. കവർ പേജ് കുറച്ച് ഡിഫറെൻ്റ് അല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കവർ പേജ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പേജൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ള പേജസോട് ചെയ്യാം. എല്ലാവരും ബാക്ക് ടു സ്കൂളിൻ്റെ തിരക്കിലായിരിക്കുമല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ല. ഇപ്പോൾ 900 ആയതിനു ശേഷം ഡെയിലി 1 സബ്സ്ക്രൈബേഴ്സ് 2 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിവ് അവേ ചെയ്യാം. 1K സബ്സ്ക്രൈബേഴ്സായിട്ട് ഗിവ് അവേ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ലെറ്ററിൻ്റെ എൻവലപ്പിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റർ എഴുതാനുള്ള മാറ്ററൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഞാൻ പിന്നെ ഇത് നല്ല സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൂടുതൽ ഭംഗിയാക്കാൻ നിന്നില്ല. പിന്നെ ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ലെറ്ററൊക്കെ ചെയ്ത് എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം പഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പഞ്ച് ചെയ്തിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ആൽബം ആക്കി എടുക്കാം. ഓക്കെ.
അപ്പം നമ്മുടെ ആൽബം പരിപാടികളൊക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ആദ്യം തൊട്ട് മറിച്ച് വെക്കുക എന്നുള്ളത്. കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇതിലേറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മറിച്ച് വെക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ആൽബം കണ്ടാലോ? അപ്പോൾ നമ്മുടെ ആൽബമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ.